Hi everyone, my name is Dixie Simendi. I'm from India. Today I'm talking about Ho Oponopono. Oponopono അല്ല Ho Oponopono. ഇത് ഒരു ഹവായി ഹീലിംഗ് ടെക്നിക്കാണ്. നമ്മൾ ചൊല്ലുക, നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. 4 വേർഡാണ്. അപ്പോൾ അതിന് മുന്നേ 2 സെക്കൻഡ് ഞാനൊന്ന് എടുത്തോട്ടെ. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ രജനിയും ഷബാനിന്ന് ഞാൻ എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സുജീവ് വ്ളോഗ് സങ്കടം പറഞ്ഞേ. ഞാനും അന്വേഷിച്ചല്ലാന്ന് പറഞ്ഞു. സുജി വ്ളോഗും റെജുവും ഷബാനയും പ്രീത എന്നെ കോണ്ടാക്ട് പറഞ്ഞ പ്രീതക്ക് അറിയാം. രജനയും എല്ലാവരും ഗൗരിയൊക്കെ എല്ലാവരും ചോദിച്ച് എൻ്റെ അടുത്ത് എന്താണ് എൻ്റെ വീഡിയോ ഇടാത്തത്, കാണാറില്ലല്ലോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും പേര് പറഞ്ഞെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ഹവായിൻ ടെക്നിക്കിലേക്ക് കടക്കാം. ഇതൊരു ഹവായിൻ ഹീലിംഗ് ടെക്നിക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത കാര്യം പറയാമേ. ബിഫോർ ഐ എം വർക്കിംഗ് ഇൻ അഡ്വക്കേറ്റ് ഓഫീസ്. അപ്പോൾ ഈ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഫയൽ ചെയ്ത് ബെഞ്ചിലെത്തിക്കണം ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിനകത്ത് സ്റ്റാമ്പ് ഉണ്ടാകുന്ന നോക്കില്ല, ഒപ്പ് ഉണ്ടാകുന്ന നോക്കില്ല, ഒന്നും ഉണ്ടാകുന്ന നോക്കത്തില്ല. ചട പറയുന്നത് ഫയൽ ചെയ്യുക, ബെഞ്ചിലെത്തിക്കുക. അത് ബെഞ്ചിലെങ്ങനെയെങ്കിലും എത്തിക്കുക സാധനം. ബെഞ്ചിലെ സാധനം ടുഡേ മൂവിങ് ആണെങ്കിലും എത്തിക്കും. അപ്പോൾ ജൂനിയേഴ്സ് പറയും, കുറേ പറയോട്ടോ അവർ, ചേച്ചിനോട് എന്ത് പറഞ്ഞാലും ചേച്ചി കേൾക്കത്തില്ല. അപ്പം അവർ ഒരു കഥ പറഞ്ഞേ. ഒരു ഹസ്ബൻഡും വൈഫിനോട് എന്ത് പറഞ്ഞാലും പുള്ളിക്കാരത്തി ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയും, ശ്രദ്ധിക്കത്തൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യുന്നൊക്കെ ഹസ്ബൻഡ് എപ്പോഴും പറയും. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് എന്ത് ചെയ്യും, ഒരു വാഴയിൽ കുറേ വേസ്റ്റൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് വൈഫിനോട് പറയും, നീ ഇതൊന്നും ചെയ്യണ്ട, ഇതെല്ലാം പെർഫെക്റ്റാണ്, ചട്ടിയിലിട്ട് തിളപ്പിച്ച് ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറയും. വൈഫ് പറയുക, അങ്ങേര് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഇതങ്ങോട്ട് ഇട്ടിട്ടു തിളപ്പിക്കുക. അപ്പോഴാണ് ഇത് വേസ്റ്റാണെന്ന് മനസ്സിലാവണം എന്ന് പറഞ്ഞാണ് ചേച്ചിയുടെ അവസ്ഥയെന്ന് പറയും. അപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ തന്ന് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് സാറ് കോർട്ടിലേക്ക് ഓടിപ്പോയി. ജൂനിയേഴ്സ് ആ ജൂനിയർ പെൺകുച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇത് കോപ്പി എടുത്തതൊക്കെ കൊണ്ടോ, ഓർഡറിൻ്റെ കോപ്പി ഉണ്ടോ, ഹിയറിങ്ങിന് സമയം ഇന്നു. കോപ്പിയാ? ഞാൻ കോപ്പി എന്ന് പറഞ്ഞ സാധനം അന്ന് കേട്ടിട്ടും കൂടി ഇല്ലെന്ന് പറഞ്ഞു. കോപ്പിയാ? ഞാൻ നെഞ്ചിന്ന് എൻ്റെ പടപടാ തീ വിടുങ്ങി. സാറവിടെ ഹിയറിങ്ങിന് ഇപ്പം തന്നെ ബെഞ്ചും കയറും. എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരുന്നുണ്ടും ഹോപ്പന ചൊല്ലി ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. കാരണം അവിടെ ചെന്ന് ചോദിച്ചാൽ നമ്മൾ ഫയൽ ചെയ്ത സാധനം നമുക്ക് തരത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേഗം തന്നെ പറഞ്ഞു, ഡിക്സിക്ക് എപ്പോഴും അബദ്ധമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എനിക്ക് തന്നിട്ട് ഞാൻ ഹോപ്പനൊപ്പനെ ചൊല്ലി ഞാൻ അവിടെ ചെന്ന് അവരെനിക്ക് തന്നു സാധനം. ഞാൻ കോപ്പി എടുത്ത് അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് സാറിനതും കൊടുത്ത് സാറ് ഹിയറിങ് നടത്തി. അപ്പോൾ ഈ ഓപ്പനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ അല്ലെങ്കിലും നമുക്ക് ചൊല്ലാവുന്നൊരു ഇതാട്ടോ, ഒരു ഹവായി ഹീലിംഗ് ടെക്നിക്കാണ്. 4 വരികളാണേ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ അത് ഫീലിങ്ങോടുകൂടി ചൊല്ലണം. നമ്മൾ വെറുതെ കെയർലെസ് ആയിട്ടൊരു കാര്യം ചെയ്യരുത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കാം. വെറുതെ നമ്മൾ കുറേ എന്തെല്ലാം സമയമാണ് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റവും കുശുമ്പൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ആ ഒരു 2 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഹവായി ഹീലിംഗ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ EFT മെത്തേഡും ഹവായി ഹീലിങ്ങിനോട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഹവായി ഹീലിംഗ് മാത്രം പഠിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗൗരിക്ക് എൻ്റെ ഭാഷ മനസ്സിലാവത്തില്ല, ഗൗരിനോടും കൂടിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗൗരി, യൂസഫ്, അങ്ങനെ കുറേ പേരുണ്ട്, അവർക്കൊന്നും നമ്മുടെ മലയാളം ഭാഷ മനസ്സിലാവത്തില്ല. അപ്പോൾ എല്ലാവർക്കും സുജി വ്ളോഗെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, ഇനിയും സങ്കടം പറയരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.